നമസ്കാരം. എഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2024 കീം പ്രവേശന പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തിറക്കിയ വീഡിയോയിലും പറഞ്ഞിരുന്നു, ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾക്കുള്ളിൽ ഹാൾ ടിക്കറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ശരിവയ്ക്കും വിധത്തിൽ തന്നെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഹാൾ ടിക്കറ്റ് വന്നുവെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് സംഭവിച്ചിരിക്കുന്നത്. വിദൂര ജില്ലകളിലാണ് പലർക്കും പരീക്ഷാ സെന്റർ അനുവദിച്ചിരിക്കുന്നത് എന്ന പ്രശ്നം വ്യാപകമായി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ സെന്റർ ഓപ്ഷൻ വെച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഇടുക്കി ജില്ലയിലും, മലപ്പുറത്തുള്ള വിദ്യാർത്ഥിക്ക് കോട്ടയത്തും, കോഴിക്കോടുള്ള വിദ്യാർത്ഥിക്ക് എറണാകുളത്തും എന്നിങ്ങനെ വളരെ യാത്ര ദുഷ്കരമാകും വിധത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സെന്റർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യാത്രയുടെ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്, സുരക്ഷയുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പരീക്ഷാ സെന്റർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിന് കാരണമായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ആദ്യമായി നടക്കുന്ന ഓൺലൈൻ പരീക്ഷയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സെന്റർ അനുവദിക്കാൻ പറ്റുള്ളൂ. ഏകദേശം 140ഓളം കമ്പ്യൂട്ടറുകൾ ഉള്ള ഓരോ കേന്ദ്രങ്ങളെയാണ് പരീക്ഷാ സെന്ററിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ സൗകര്യങ്ങൾ പരീക്ഷാ സെന്റർ അനുവദിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു വിഷയമുള്ളതിനാലാണ് കുട്ടികൾക്ക് വിദൂര സ്ഥലങ്ങളിലേക്ക് സെന്റർ അനുവദിക്കേണ്ടി വന്നത് എന്നതാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എങ്കിലും പരീക്ഷാ ദിവസങ്ങളുടെ എണ്ണം 5 മുതൽ 9 വരെ, 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ എന്നുള്ളതിന് പകരം ഒരാഴ്ചയോളമെങ്കിലും പരീക്ഷകൾ നീട്ടി ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയെങ്കിലും കുട്ടികളുടെ യാത്രാ പ്രശ്നം നിലവിൽ പരിഹരിക്കേണ്ടതായിരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ PSC പരീക്ഷയ്ക്ക് പോലും ഉണ്ടാകാത്ത അത്രയും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും സ്വന്തം ജില്ലയിലല്ലെങ്കിൽ സമീപ ജില്ലയിലെങ്കിലും കുട്ടികൾക്ക് പരീക്ഷാ സെന്റർ അനുവദിക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. വളരെ വിദൂരമായ സ്ഥലങ്ങളിലേക്കാണ് സെന്റർ അനുവദിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധം ഉയർത്തേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. സർക്കാരിന്റെ മുന്നിൽ ഈ പ്രശ്നം ഗൗരവമായി എത്തണം. ഹാൾ ടിക്കറ്റ് പ്രസിദ്ധീകരിച്ച സ്ഥിതിക്ക് ഇനിയൊരു സെന്റർ മാറ്റം ഉണ്ടാവുക പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും വരും വർഷങ്ങളിലെങ്കിലും കുട്ടികൾക്ക് സമീപ ജില്ലകളിൽ സെന്റർ ലഭിക്കുന്നതിനുള്ള നടപടികൾ പ്രവേശന പരീക്ഷാ കമ്മീഷൻ സ്വീകരിക്കണം. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവത്തിലും സജീവമായും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളും ഈ ഒരു പ്രശ്നം ഗൗരവമായി ഉന്നയിക്കുകയാണ്. സർക്കാരും പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റും ഈ വിഷയം പരിഗണിച്ച് ഈ വിഷയം വളരെ ഗൗരവത്തിൽ പരിശോധിച്ച് ഈ വർഷം ഇനിയൊരു സെന്റർ മാറ്റം പ്രായോഗികമല്ലെങ്കിൽ പോലും അടുത്ത വർഷമെങ്കിലും സ്വന്തം ജില്ലയിലോ സമീപ ജില്ലയിലോ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്ന വിധത്തിൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. അതിനാവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളുകളിലുമുണ്ട്. ആ സൗകര്യങ്ങളെങ്കിലും പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് ഈ പ്രാവശ്യം ശ്രമിച്ചില്ല എന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ, യാത്രാ പ്രശ്നം ഇതൊക്കെ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മളും കുട്ടികളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഈ പ്രശ്നത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ നമ്മളും ഉന്നയിക്കുകയാണ്.